أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا. إن الأبرار يشربون من كأس كان مزاجها كافورا. عينا يشرب بها عباد الله يفجرونها تفجيرا. صدق الله. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ, ഈ സൂറത്തിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഹൽ അതാ അലൽ ഇൻസാനി, മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലയോ? ഹീനും മിനദ് ദഹ്രി, ഒരു കാലയളവ്, നീണ്ട ഒരു കാലം. ലം യകുൻ, അവനായിരുന്നില്ല, ശൈഅൻ മദ്കൂറ, പേര് പറയാനും കൂടി പറ്റിയ വസ്തു. മനുഷ്യന് പേര് പറയാൻ കൂടി പറ്റുന്ന ഒരു വസ്തു എന്ന അവസ്ഥ എത്താതെ ഒരു നീണ്ട കാലം കഴിഞ്ഞു പോയിട്ടില്ലയോ? ഇന്നാ ഖലഖനൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ നുത്ഫത്തിൻ, ഒരു ബീജകണത്തിൽ നിന്ന്. അംഷാജിൻ, സമ്മിശ്രമായ, കൂടിക്കലർന്ന. നബ്തലിഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടി. തീർച്ചയായും നാം മനുഷ്യനെ കൂടിക്കലർന്ന ഒരു ബീജത്തിൽ നിന്ന്, ബീജകണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഫജഅൽനാഹു, അങ്ങനെ നാം അവനെ ആക്കി. സമീഅൻ, നന്നായി കേൾക്കുന്നവൻ. ബസീറൻ, കാണുന്നവൻ. കേൾക്കുന്നവനും കാണുന്നവനായി നാം അവരെ മാറ്റുകയും ചെയ്തു. ഇന്നാ ഹദൈനാഹു സബീല, തീർച്ചയായും നാം അവന് നേർമാർഗം കാണിച്ചു കൊടുത്തു, നേർവഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ അവന് നന്ദിയുള്ളവനായി തീരാം. ഇമ്മാ ഷാക്കിറൻ, അവന് നന്ദിയുള്ളവനായി തീരാം. വ ഇമ്മാ കഫൂറ, അതല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നവനുമാവാം. മനുഷ്യനെ നാം നേർവഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവന് വേണമെങ്കിൽ ആ നേർവഴി അനുസരിച്ചുകൊണ്ട് നന്ദിയുള്ള ആളാകാം, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നവനുമാകാം. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന, തീർച്ചയായും നാം കാഫിറുകൾക്ക്, നിഷേധികൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന, തീർച്ചയായും നാം കാഫിറുകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. സലാസില, കാൽച്ചങ്ങലകൾ. വ അഗലാലൻ, കൈവിലങ്ങുകളും. വ സഈറ, കത്തിജ്വലിക്കുന്ന നരകവും. തീർച്ചയായും നാം സത്യനിഷേധികൾക്ക് ഒരുക്കി വെച്ചത് കാൽച്ചങ്ങലകളും കൈവിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകവുമാകുന്നു. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅ്സിൻ കാന മിസാജുഹാ കാഫൂറ. ഇന്നൽ അബ്റാറ, തീർച്ചയായും പുണ്യവാന്മാർ. യശ്റബൂന, അവർ കുടിക്കും. മിൻ കഅ്സിൻ, കോപ്പയിൽ നിന്ന്.
കാന മിസാജുഹ, അതിൻ്റെ ചേരുവ കാഫൂറ, കർപ്പൂരമായിരിക്കും. കർപ്പൂരം ചേരുവയുള്ള കോപ്പകളിൽ നിന്ന് വിശ്വാസികളായ ആളുകൾ, പുണ്യവാന്മാരായ ആളുകൾ കുടിക്കുന്നതായിരിക്കും. ഐനൻ, ഒരു അരുവിയിൽ നിന്നും. യശ്രബൂന ബിഹ ഇബാദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകൾ അതിൽ നിന്ന് കുടിക്കും. യുഫജ്ജിറൂനഹ, അതിനെ അവർ അത് പൊട്ടിയൊഴുകുന്ന ഉറവയായിരിക്കും. തഫ്ജീറ, ഒരു പൊട്ടിയൊഴുകൽ, അഥവാ പൊട്ടിയൊഴുകുന്ന ഒരു ഉറവയിൽ നിന്ന് ഇബാദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകൾ കുടിക്കും. ഐനൻ, അത് ഒരു അരുവിയായിരിക്കും. ആ അരുവിയിൽ നിന്ന് അവർ കുടിക്കും. ഈ സൂറത്തിൻ്റെ ആരംഭം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അവൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തുക. മനുഷ്യനൊരു നീണ്ട കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, പേര് പറയാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യനിലുള്ള എല്ലാ മൂലകങ്ങളും പരിശോധിച്ച് നോക്കിയാൽ പഴങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ധാന്യങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള ഒരു മിശ്രണമാണ് മനുഷ്യൻ്റെ മുഴുവൻ എന്ന് കാണാൻ പറ്റും. ഇത് ഒരുപാട് കാലം എവിടെയെങ്കിലുമൊക്കെ ആയി തീർന്ന ശേഷം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരികയും പിന്നീടത് ബീജസങ്കലനത്തിലൂടെ മനുഷ്യനായി മാറുകയും ചെയ്യുകയാണ്. ആ മനുഷ്യനായി മാറുന്ന കാലം വരെയുള്ള അവസ്ഥ അതെന്താണ് എന്ന് പേര് കൂടി പറയാൻ പറ്റാത്ത ഒരു രീതിയിലായിരിക്കും. ഇന്നതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, ഇന്നതാണ് മനുഷ്യൻ്റെ ധാതു എന്നുകൂടി പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ട് നാം കാണുന്ന മനുഷ്യൻ്റെ അവസ്ഥ പറയണം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്. മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആണിൻ്റെയും പെണ്ണിൻ്റെയും സമ്മിശ്രമായ ബീജകണത്തിൽ നിന്നാണ്. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡത്തിൽ നിന്നാണ് മനുഷ്യൻ പിറക്കുന്നത്. അതവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. എന്നിട്ട് ആ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മാറ്റി പിന്നീട് അവന് വലുതായി അവൻ്റെ ശരീരഘടനയൊക്കെ വന്നു. എന്നിട്ട് അവനെ നന്നായി കേൾക്കുന്ന, നന്നായി കാണാൻ പറ്റുന്ന അവസ്ഥയിൽ ഒരു പൂർണ്ണ മനുഷ്യനായി അള്ളാഹു പടച്ചു വിടുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല. ഈ പടക്കുക എന്ന് പറയുന്ന സംഗതി മാത്രമല്ല, മനുഷ്യന് കണ്ണും മൂക്കും വായും ദഹനേന്ദ്രിയങ്ങളും മാത്രമല്ല അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രഹിക്കാനുള്ള ഒരു മനസ്സിനെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യന് അള്ളാഹു എങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചാലാണ് പരലോകം സ്വന്തമാക്കാൻ സാധിക്കുക എന്ന ഒരു വിജ്ഞാനവും നൽകിയിട്ടുണ്ട്. ആ നൽകിയതിലൂടെയാണ്, അതുകൂടി കൂടുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിലെത്തുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് പറയാൻ പറ്റും ഹിദായത്ത്, നേർവഴി ഞാൻ കണ്ടിട്ടില്ല, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഓരോ മനുഷ്യനും തിരിയുന്ന ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേർവഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് മനുഷ്യന് വേണമെങ്കിലും, ഏത് ധിക്കാരിക്ക് വേണമെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരാൻ ഏത് അവസരത്തിലും വരാൻ പറ്റും. ഞാൻ ഇന്ന് മുസ്ലിം ആവുകയാണ് എന്നൊരാൾ പറയുകയാണെന്ന് വിചാരിച്ചാൽ അയാളെ തടുക്കാൻ ആർക്കും കഴിയില്ല, അയാൾക്ക് വിശ്വാസിയാവാൻ പറ്റും. ആ നേർവഴി അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്ക് നേർമാർഗവും അതിൻ്റെ പ്രത്യുപകാരമെന്ന രൂപത്തിൽ സ്വർഗവും കിട്ടും. അതല്ല വൈമ്മ കഫൂറ, ഇനി നന്ദികേട് കാണിക്കാനാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ, അള്ളാഹു ഇതൊക്കെ ചെയ്തു തന്നിട്ടും അള്ളാഹുവിനെ ധിക്കരിക്കാനും അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനുമാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനുള്ള
ഫലം എന്താണോ അത് അയാൾക്ക് ലഭിച്ചേ പറ്റും. ആ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ഇന്ന ആഴത്തതിനാലിൽ കാഫറുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് കാൽ ചങ്ങലകളും കൈവിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകവുമാണ്. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു തന്നിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സംഗതികളൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കാനും അള്ളാഹിൻ്റെ കൂടെ നിൽക്കാനും സാധ്യമല്ല എങ്കിൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നരകത്തിൽ ചങ്ങലകളുണ്ട്, വിലങ്ങുകളുണ്ട്, ഇതൊക്കെ വിലങ്ങിട്ട് പൂട്ടിയിട്ട് ആ നരകത്തിൽ തീ, കഠിനമായ സഹിക്കാൻ പറ്റാത്ത ആ തീയിൽ അവിടെ ഉപേക്ഷിക്കുകയാണ് അള്ളാഹു ചെയ്യുക. അവിടെ ഒരു ഇത്ര കാലം എന്നൊന്നും പറയാൻ പറ്റില്ല, മുഴുവൻ കാലവും ആ നരകത്തിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. ആ തീ അവൻ ആസ്വദിക്കേണ്ടി വരും എന്നർത്ഥം. അതേസമയം ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅ്സിൻ കാന മിസാജുഹാ കാഫൂറ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കുടിക്കുന്ന പാനീയം കർപ്പൂരം കലർത്തിയ പാനീയമായിരിക്കുമെന്നർത്ഥം. ഈ കർപ്പൂരം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു ഉറവയുടെ പേരാണ് എന്നും അതിലെ വെള്ളത്തിന് കർപ്പൂരത്തിൻ്റെ വെളുപ്പും ഗന്ധവും തണുപ്പും ഉണ്ടായിരിക്കുമെന്നും അതിൻ്റെ രുചി യാതൊരു വിധത്തിലും മടുപ്പ് അനുഭവിക്കുന്നത് ആയിരിക്കില്ല എന്നും ഈ ഉറവയിൽ നിന്നുള്ള വെള്ളം കലർത്തിയ പാനീയമായിരിക്കും അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നും മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ കർപ്പൂരത്തിന് ചേരുവയുള്ള പാനീയം അവർക്ക് കുടിക്കാൻ കൊടുക്കും. മാത്രമല്ല, അവർ പോകുന്നിടം മുഴുവൻ പൊട്ടി ഒഴുകുന്ന, എവിടെയാണോ അവരെത്തുന്നത് അവിടെ നിന്ന് പൊട്ടി ഒലിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉറവ, ആ തരത്തിലുള്ള ഉറവ, അങ്ങനെയുള്ള ഒരു നീരരുവി അതുകൂടി അവർക്കുണ്ടാകും. ഐനൻ യശ്റബുഹാ ഇബാദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകൾ കുടിക്കുന്ന ഒരരുവി. ആ അരുവി എന്ന് പറഞ്ഞാൽ അവരെവിടെയാണോ എത്തുന്നത്, യുഫജ്റൂനഹാ തഫ്ജീറ, എവിടെയാണോ അവരുള്ളത് ആ സ്ഥലത്ത് നിന്ന് പൊട്ടി ഒഴുകാൻ പറ്റുന്ന രൂപത്തിൽ, ഇവിടെ ഒരു ഉറവ വരണമെന്ന് വിചാരിച്ചാൽ ആ സ്ഥലത്ത് അവിടെ ഒരു ഉറവജലം അവർക്ക് കുടിക്കാൻ കിട്ടും എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള മറ്റൊരു വിധത്തിലുള്ള മാലിന്യവും കലരാത്ത ശുദ്ധമായ വെള്ളം വിശ്വാസി എവിടെയുണ്ടോ ആ സ്ഥലത്തേക്ക് വേണ്ടി അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുമെന്നർത്ഥം. ഇത്രയും വലിയ ഔദാര്യങ്ങൾ അള്ളാഹു വിശ്വാസികൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൈവിലങ്ങുകളും കാൽച്ചങ്ങലകളും കത്തിയാളുന്ന നരകവും ഒക്കെ തന്നെയായിരിക്കും ലഭിക്കുക. കാരണം അവരുടെ ഇവിടെയുള്ള പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും പരലോകത്ത് അവർക്ക് വേണ്ടിയിട്ട് ശിക്ഷകളും ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് കാണാം. വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ മുന്നേറുക. അള്ളാഹു സഹായിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.